ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോണിയാസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഒരു തീയൽ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇപ്പോൾ തീയൽ കറി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ പലതരത്തിലുള്ള തീയലുകൾ വീടുകളിൽ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതൊരു വെറൈറ്റി തീയലാണ്. ചെമ്മീനും പാവയ്ക്കയും കൂടി ചേർത്തിട്ടുള്ള ഒരു തീയൽ കറിയാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ 1/2 കിലോ ചെമ്മീനാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഒരു വലിയ പാവയ്ക്ക അരിഞ്ഞതും. പാവയ്ക്ക അരിയുമ്പോൾ വെച്ചാൽ ഒരേ കനത്തിൽ ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് വേണ്ടത് ഇഞ്ചി ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയായിരുന്നു. അത് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. 10 അല്ലിയോളം വെളുത്തുള്ളി, അതും ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്താണ്. 3 പച്ചമുളക്. ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും പാവയ്ക്കയും ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചേക്കാം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ടുള്ള ഒരു പാൻ ഇവിടെ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. പകരം വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഈ പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഈ പാവയ്ക്കൊക്കെ ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ പാവയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ എണ്ണയിൽ തന്നെ കിടന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഈ പാവയ്ക്ക എണ്ണയിൽ നിന്നും കോരി മാറ്റി വെക്കാം. അപ്പോൾ ഈ പാവയ്ക്ക വറുത്തതിൻ്റെ മിച്ചം എണ്ണ ഇത്രയുണ്ട്. ഇതിലേക്ക് തന്നെ ഇനി ഈ ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചെമ്മീനൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ചെമ്മീനും കൂടി ഒന്ന് ഫ്രൈ ആയി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചെമ്മീൻ ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. കണ്ടോ, ഇപ്പം നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതും കൂടി ഒന്ന് എണ്ണയിൽ നിന്നും കോരി മാറ്റി വെച്ചേക്കാം. അപ്പം ഇനി ഈ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 1 സ്പൂൺ എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യത്തെ ആ എണ്ണയുടെ ഒരു കറക്റ്റ് അളവ് പറയുന്നില്ല. കാരണം നമ്മൾ എന്തുമാത്രമാണോ നമ്മുടെ കയ്യിൽ പാവയ്ക്ക നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് വേണം എണ്ണ ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഞാനെന്നാൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ അളവിലുള്ള എണ്ണയാണ് ഒഴിച്ചിരുന്നത്. നിങ്ങൾ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കുമെന്ന് വെച്ചാൽ പാവയ്ക്ക കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചുകൂടി എണ്ണ കൂട്ടി വേണം ഒഴിക്കാനായിട്ട്. കാരണം പാവയ്ക്കയും ചെമ്മീനും ഒക്കെ ആ എണ്ണയിൽ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യമേ. അപ്പം നമ്മൾ എന്ത് തീയലിനാണെങ്കിലും അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും. ഇഞ്ചിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഈ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് വെച്ചിരുന്നത് അതുകൂടി ഒന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ മുറി സവാളയാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഈ സവാള ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചെറിയുള്ളി ചേർക്കുമ്പം തീയലിനൊക്കെ കൂടുതൽ ടേസ്റ്റ് കിട്ടും. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കറി ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി ചേർക്കുക. ഇല്ലെന്നുണ്ടെങ്കിലും കറിക്ക് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. സവാള ചേർത്താൽ മതി. 1/2 മുറി സവാള കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴന്നു വരും. ഇപ്പോൾ ഈ സവാളയൊക്കെ ചേർത്ത് കഴിഞ്ഞ് ഇതെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് തേങ്ങയാണ്. ഈ തേങ്ങ കൂടി ഇനി ഇതിൽ കിടന്നൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഇനി ഇതെല്ലാം തേങ്ങ ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഈ തേങ്ങയൊക്കെ ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങി ചെറിയൊരു ബ്രൗൺ കളറായി വരാറായിട്ടുണ്ട്. ഇനി ഈ തീയലിന് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറക്കരുത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മസാലയൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ തേങ്ങയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ മസാലപ്പൊടി ചേർക്കുന്നതിന് മുൻപ് ലോ ഫ്ലെയിമിലേക്ക് തീ മാറ്റി കൊടുക്കണം. ഇതിലേക്ക് 2.5 ടീസ്പൂൺ മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്തരം സാധനങ്ങൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ആ മസാലപ്പൊടിയുടെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് ഒരു 2 സെക്കൻഡ് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡിയാണ്. ഇനി ഇതൊന്ന് ആറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതെല്ലാം ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ മസാലയൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരച്ചിട്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുകൊക്കെ പൊട്ടി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മളിപ്പോൾ അരച്ച് വെച്ച ആ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൂടെ തന്നെ കുറച്ചുകൂടെ വെള്ളവും കഴുകി അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കാം. ഈ മസാലക്കൂട്ടൊക്കെ നന്നായിട്ട് തിളച്ച് വരണം. ഈ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള വാളൻപുളി വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാളൻപുളി പിഴിഞ്ഞതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഈ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പാവയ്ക്ക, ചെമ്മീന് ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും ചെമ്മീനിലേക്കും പാവയ്ക്കയിലേക്കും ഒക്കെ.
അപ്പോൾ 5 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ആ കറിയൊക്കെ ഒന്ന് കുറുകി വന്നു. ഇത്രയും വറ്റി വന്നാൽ മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റുകൾ അറിയിക്കാനായിട്ട് മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.